ഡിഗ്രി പ്രിലിംസിൻ്റെ തേർഡ് ഫേസിൻ്റെ സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഇനി പെൻഡിങ് ആയിട്ടുള്ള GK ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഏറ്റവും വീക്കായിട്ടുള്ളൊരു ഏരിയയാണ് GK എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ചുകൂടി ഒരു സ്ട്രോങ് പോയിന്റ്, ഇപ്പോൾ തേർഡ് ഫേസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ടൈമുണ്ട്. ലാഗ് ചെയ്യുന്ന പോർഷൻസ് ഒക്കെ കുറച്ചൊന്ന് സ്ട്രോങ് ആക്കാനുള്ള ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സബ്ജക്ട്സിലും എനിക്ക് വെയിറ്റേജ് കൂടിയത് ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇനി പഠിക്കാനുള്ള ടോപ്പിക്സൊക്കെ ഞാൻ ഒരിടത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ലിസ്റ്റ് തന്നെയാണ്, ഒബ്വിയസ്ലി അറിയാം. സിലബസിൽ മാക്സിമം കവർ ചെയ്യാൻ ഒരുപാടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ 5 ദിവസം കൊണ്ട്, ഞാനിപ്പം ഒരു മാസം കൊണ്ട് ഇത്ര കവർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ആ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ 5 ദിവസം കൊണ്ട് എനിക്ക് ഇത്ര ടോപ്പിക്സ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 5th മെയ്ക്കാണ്. അപ്പോൾ മെയ് 5-ാം തീയതി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്ലാനാണ്. അപ്പോൾ മെയ് 10-ഓടെ കുറച്ച് ടോപ്പിക്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അത് അവിടെ വരെ കഴിയുമ്പോഴത്തേക്കൊക്കെ ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ട് എനിക്ക് അടുത്ത 5 ദിവസത്തേക്ക് പ്ലാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു 4 സെറ്റ്, അതായത് ഒരു 20 ഡേയ്സ് കൊണ്ട് കുറേ ടോപ്പിക്സ് GK കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അവിടെ മെയിനായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് റിവിഷനും ലേണിംഗുമാണ്. അതായത് പഠിച്ച ടോപ്പിക്സുകളെ ഓൾഡ് ടോപ്പിക്സ് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നോട്ട്സ് വായിക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പുതിയ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എഗെയിൻ ഇത് തന്നെയാണ്, പുതിയ ടോപ്പിക്ക് പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, അത് വീണ്ടും റിവിഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിറ്റേന്ന് പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുന്നേ തലേ ദിവസം പഠിച്ചതൊന്ന് ഓടിച്ചൊന്ന് റിവിഷനും കൂടെ ചെയ്യണം. ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസസ്സ്. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് GK ഏതൊക്കെയാണോ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഞാൻ പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് സ്പോർട്സിൽ കുറച്ച് പോർഷൻസ്, ഒളിമ്പിക്സ് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാരലിമ്പിക്സും നാഷണൽ ഗെയിംസും ബാക്കി കുറച്ച് ഗെയിംസും ട്രോഫീസും സ്പോർട്സ് റിലേറ്റഡ് ടേംസും ഒന്ന് പഠിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. IT കംപ്ലീറ്റ് ചെയ്യണം. IT എൻ്റെ ഏകദേശം ഒരു 85% കംപ്ലീറ്റ് ആണ്. കുറച്ചുകൂടെ ഉണ്ട്, നോട്ട്സ് അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കാനേ ഉള്ളൂ. അപ്പോൾ IT കംപ്ലീറ്റ് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം കംപ്ലീറ്റ് ആണ്. അമെൻമെൻറ്റ്സ്, ഒരുപാട് അമെൻമെൻറ്റ്സ് ഒന്നും ഞാൻ പഠിക്കുന്നില്ല. നമ്മുടെ മെയിൻസിൻ്റെ സിലബസിലൊക്കെ പൊതുവേ കുറച്ചൊരു 10 അറൗണ്ട് അമെൻമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കേസുകൾ, പിന്നെ ഞാൻ പഠിച്ച ടോപ്പിക്സ് റിവിഷൻ ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തീർക്കണം. സിവിക്സിലും ഞാൻ ഈ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഗവൺമെൻറ് കുറേയൊക്കെ എനിക്കറിയാം, എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഒക്കെ. ബാക്കി ടോപ്പിക്സ് ഈ പറഞ്ഞതൊക്കെ പഠിക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ജോഗ്രഫിയിലും കുറേയൊക്കെ എനിക്കറിയാം, ഒട്ടും അറിയാത്ത കേരള ജോഗ്രഫിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വായിക്കണം. ഇന്ത്യൻ ജോഗ്രഫിയും ബേസിക്സ് ഓഫ് ജോഗ്രഫിയും ഒന്ന് പറ്റുമെങ്കിൽ തീർക്കുക എന്നുള്ളൊരു രീതിയാണ്. ഹിസ്റ്ററിയിൽ കേരള വേൾഡ് ഹിസ്റ്ററിയാണ് ഞാൻ ഒരുവിധമെങ്കിലും നോക്കിയിട്ടുള്ള, അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ INCയുടെ ഫോർമേഷൻ വരെയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററി തീർക്കണം. റിവോൾട്ട് 1857 മാത്രമേ ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ കുറേ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഈ 5 ദിവസം അപ് ടു May 10 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് സെറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ.